Welcome back to the second segment of the episode 2. So let's begin with the first question for the day. We would want to go back for the Maundy Thursday, where we see that washing of the feet is performed, especially by the bishop. Why is it only done by bishop, and what is the significance? That's a good question. I know you are asking this based on the background of Latin Church and Syro Malabar Church. Yes, There, yes, all priests can do that. correct. Washing the feet. Yeah. Okay. നമ്മുടെ മലങ്കര ട്രഡീഷൻ അല്ലെങ്കിൽ സിറിയക് ട്രഡീഷനിൽ certain liturgical ceremonies are particularly reserved to bishops, Okay. especially ordination ceremony. Yes, yes. Every not only in Malankara, in Latin, every. So actually, നമ്മുടെ മലങ്കര ലിറ്റർജി ട്രഡീഷൻ വരുമ്പോഴത്തേക്കും ഈ കാലുകഴുകൽ ശുശ്രൂഷ ബിഷപ്സ് മാത്രമാണ് ചെയ്യുന്നത്. കാലുകഴുകൽ ശുശ്രൂഷയുടെ കോണ്ടക്സ്റ്റ് നമുക്കറിയാം. ജീസസ് അന്ത്യത്താഴ സമയത്ത് യേശു ശിഷ്യരുടെ പാദങ്ങൾ കഴുകി, ദ ജസ്റ്റർ വാഷിംഗ് ദ ഫീറ്റ്, ഇറ്റ്സ് ആൻ എക്സ്ട്രീം ജസ്റ്റർ ഓഫ് ഹ്യൂമിലിറ്റി ആൻഡ് സർവീസ്. അപ്പോൾ യേശു എന്നിട്ട് പറയുന്നു, ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയ പോലെ നിങ്ങൾ കഴുകണം. പക്ഷെ യേശു അവിടെ കഴുകുമ്പോൾ ഹിയർ ഇൻ ദിസ് ട്രഡീഷൻ, മലങ്കര ട്രഡീഷൻ, ബിഷപ്പ് റെപ്രസെന്റ് ജീസസ്. ജീസസ് is the head and the shepherd. Correct. Head of the church and shepherd. Yeah. So bishop represent Jesus. സോ പൗരോഹിത്യത്തിന്റെ പ്രീസ്റ്റ്ഹുഡിന്റെ ഒരു ഫുൾനെസ് എന്ന് പറയുന്നത് ബിഷപ്പിലാണ്. അപ്പൊ മറ്റേ അച്ഛന്മാർ എല്ലാവർക്കും പ്രീസ്റ്റ്ഹുഡ് ഉണ്ടെങ്കിൽ അതിന്റെ ഫുൾനെസ് ബിഷപ്പിലാണ് നമ്മൾ കാണുക. നമ്മുടെ ട്രഡീഷൻ തന്നെ ബിഷപ്പിനോടൊപ്പമാണ് അത് ഷെയർ ചെയ്യുക. അപ്പൊ അതുകൊണ്ട് ബിഷപ്പ് ഈ ഒരു സെറിമണി നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് നടത്തുമ്പോൾ ബാക്കി അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഈസ് ഇറ്റ്സ് നോട്ട് ആൻ ആക്ട് ഓഫ് ഇമിറ്റേഷൻ. ജീസസ് കഴിയേണ്ട ഒരു ഇമിറ്റേഷനാണ്. ഹിയർ ജീസസ് ഈസ് ആക്ടിങ് നൗ. ജീസസ് ഹിംസെൽഫ് ഈസ് ആക്ടിങ് നൗ. ആൻഡ് ഹിയർ ദ ക്വസ്റ്റ്യൻ ഈസ് ഹൂ ക്യാൻ വാഷ്? ദാറ്റ് ഈസ് നോട്ട് ദ ക്വസ്റ്റ്യൻ. ബട്ട് who really sacramentally represents Jesus fully? ബിഷപ്പ്. അതുകൊണ്ടാണ് ബിഷപ്പ് ഈ കാലുകഴുകൽ ബിഷപ്പിനെ റിസർവ് ചെയ്തിരിക്കുന്നത്. അതാണ് നമ്മുടെ മലങ്കര ട്രഡീഷൻ. So one thing that stands out in our tradition is we can see how physical it is. So why does Malankara literature emphasize so much on holistic worship, engaging all senses through incense, chants, gesture, and procession? So how does this shape our spiritual life? Actually, liturgy എന്ന് പറയുന്നത് who is participants in the liturgy? We human beings. It's worship. We human beings are giving worship to God. So വർഷിപ്പിൽ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത് പറഞ്ഞാൽ liturgy always should be holistic, because since we are human beings and we are corporeal beings, body and
soul, body, mind. So it should be sensory. Sensory means all senses should be involved in the liturgy. Then only the liturgy is a full liturgy, the full participation with all senses. So in that way, the ideal liturgy, ideal worship എന്ന് പറയുന്നത് അതാണ്. മനുഷ്യൻ പൂർണ്ണമായിട്ട് അവന്റെ ബോഡി ആൻഡ് മൈൻഡ് കംപ്ലീറ്റ് അവിടെ ഇൻവോൾവ് ആണ്. കാരണം എന്താണ്? സിൻസ് വി ആർ ഹ്യൂമൻ ബീങ്സ്, നമ്മള് ദൈവത്തെയാണ് ആരാധിക്കുന്നത്, ഡിവൈൻ. സോ അവിടെ നമുക്ക് കംപ്ലീറ്റ് ദൈവത്തെ മനസ്സിലാക്കാനോ എക്സ്പീരിയൻസ് ചെയ്യാനോ വി ആർ ലിമിറ്റഡ്. സോ വി നീഡ് സം മീഡിയംസ്. So some gestures we need, symbols we need, even words, symbols, objects, all these things we need. So in that way, Malankara liturgy-യിലേക്ക് വരുമ്പോഴത്തേക്കും that's more meaningful because നമ്മൾ അവിടെ a holistic dimension, as you said, a holistic dimension you can see. നമ്മുടെ all senses are working or involved. നമ്മുടെ ഐസ് നമുക്ക് എല്ലാ ഇതിലും നമ്മുടെ അവിടെ ഓഫ് കോഴ്സ് എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാം, നമുക്ക് ഹിയർ ചെയ്യാം. സോ നമ്മൾ ഹിയറിംഗ് കപ്പാസിറ്റി, ദെൻ സ്മെല്ലിംഗ് കപ്പാസിറ്റി, ഇൻസെൻസ്, ദെൻ ടേസ്റ്റ്, ഹോളി കമ്മ്യൂണിയൻ, then touch means even we do sign of the cross, then prostration or everything. So അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് മലങ്കര ലിറ്റർജി is so rich. റിച്ച് ആണ്. ഈവൻ ഇൻസെൻസ് വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ എല്ലാ ഫാക്കൽറ്റിയും അവിടെ കംപ്ലീറ്റ് ആവില്ല. ഇൻസെൻസോട് വരുമ്പോഴത്തേക്കാണ് കംപ്ലീറ്റ് ആവുന്നത്. സോ ഇൻസെൻസ് നമ്മൾ ഈ ലിറ്റർജിയിൽ നീക്കം ചെയ്താൽ ചിലപ്പോൾ അവിടെ ഒരു ചില ഗ്യാപ്പ് വരും. കാരണം നമുക്ക് അതിന്റെ സ്മെല്ല് വരുന്നില്ല. ഈവൻ ഇൻസെൻസിനകത്താണെങ്കിൽ സ്മെല്ലുണ്ട്, ഹിയറിംഗ് ഉണ്ട്, വി ക്യാൻ സീ ദ സ്മോക്ക്. ഈവൻ ഇൻ എ വേ it touches the smoke, an expression of it comes to wafting the smoke. So in that way, the Malankara liturgy is holistic. Every sense, all the senses are involved. So that it's a perfect picture. Yes. So now that we have the holistic approach, now let's go with the another question, that when we anoint and venerate the cross on Good Friday, are we engaging in idol worship or is there a deeper theological meaning? You know, കുരിശ് നമ്മൾ കാണുമ്പോൾ, നമ്മൾ കുരിശ് വരയ്ക്കുമ്പോൾ കുരിശ് കാണുമ്പോൾ ഓൾവേസ് ദാറ്റ് വേർഡ് ഇറ്റ്സെൽഫ് ഈസ് ഇമ്പോർട്ടൻറ്റ്. വെനറേറ്റ്, വെനറേഷൻ, നോട്ട് വർഷിപ്പ്. വർഷിപ്പ് ഓൾവേസ് we worship God. Veneration is venerating the cross. Venerating the cross means we are going beyond that. Cross itself is not the man. Something is beyond. Cross എന്ന് പറയുന്നത് it's a symbol. It's a symbol. It indicates something or somebody. The crucified Jesus or a resurrected Jesus or our salvation. So cross, then you know, യേശുവിന്റെ കുരിശുമരണത്തോടു കൂടിയാണ് കുരിശൊരു വെനറബിൾ ഒബ്ജക്റ്റ് ആയത്. അതിനു മുമ്പ് വരെ അത് ഒരു കേഴ്സിനുള്ള ആ ഒരു രീതിയിലുള്ള. യേശു കുരിശിൽ മരിച്ചോടുകൂടി ആ കുരിശിലൂടെ നമ്മൾ ജീസസിനെയാണ് കാണുന്നത്. സോ ഇൻ ദാറ്റ് വേ ഇറ്റ്സ് നോട്ട് an idol worship, but since we are human, we need some, as I said, I told you earlier, we need some tangible objects, or we need some experience. So that's why in the Good Friday liturgy-യിൽ നമ്മൾ ഈ കുരിശിനെ നമ്മൾ വണങ്ങുമ്പോൾ, എപ്പോഴും നമ്മൾ കുരിശ് വരയ്ക്കുമ്പോൾ കുരിശിനെ വണങ്ങുമ്പോൾ അതിലൂടെ നമ്മൾ ജീസസിലേക്കാണ് പോകുന്നത്. വി റിമെമ്പർ ആൻഡ് വി എക്സ്പീരിയൻസ് അവർ സാൽവേഷൻ. അപ്പോൾ അന്ന് നമ്മൾ ഈ കുരിശിനെ പൂജ്യമായിട്ട് കണ്ട്, ഒരു വെനറബിൾ ഒബ്ജക്റ്റ് ആയിട്ട് കണ്ട്, അത് ജീസസ് തന്നെയായിട്ടാണ് നമ്മളത് കാണുന്നത്. അങ്ങനെ കണ്ട് നമ്മൾ ആ കുരിശിനെ നമ്മൾ ആ രീതിയിൽ കൈകാര്യം ചെയ്യുമ്പോൾ, പ്രൊസഷനിലാണെങ്കിലും ബറിയൽ സെറമണിയിലാണെങ്കിലും എല്ലാം. സോ ദാറ്റ് ഈസ് നോട്ട്, ഫ്രം അവർ പോയിന്റ് ഓഫ് വ്യൂ, ഇറ്റ് ഈസ് നോട്ട് ആൻ ഐഡൽ വർഷിപ്പ്. കാരണം നമുക്കറിയാലോ, നമ്മളിപ്പോൾ നാഷണൽ ഫ്ലാഗ് കാണുമ്പോൾ നാഷണൽ ഫ്ലാഗിൽ നമ്മൾ അതിനെ ആ ക്ലോത്ത് ഇറ്റ്സെൽഫ് ഈസ് നോട്ട് ദ മാൻ, എപ്പോഴും ഒരു സൈൻ ആൻഡ് സിമ്പിൾ. സോ അങ്ങനെയുള്ള, പക്ഷേ അന്നേരം വരുമ്പോഴത്തേക്ക് എൻ്റെ അടുത്തൊരു റിസർവേഷൻ എന്ന് പറഞ്ഞാൽ, ദെൻ വാട്ട് അബൌട്ട് ദ അതർ റിലീജിയൻ ഇൻ ഹിന്ദുസ് ആൻഡ് ഓൾ ദീസ് സ്റ്റാച്യൂസ്, ദെൻ വി ആർ സംടൈംസ് നോ ദേ ക്യാൻ ബ്ലെയിം us.
you are also doing the same thing. Like, but our concept is we are not stuck with this cross. We know Correct. Spirit itself is not the matter. Jesus, God. So that Spirit is the medium. Yeah. Processing. It's not an ideology. So, today Good Friday, finally the joy of Easter arrived. Father, why does the Malantara liturgy emphasize the Holy Trinity and the significance of the third day, their resurrection? Our Trinity, in our liturgy, always Trinity is emphasized. Very rare we see the Trinitarian concept. Every നമ്മുടെ പ്രാർത്ഥനകളിലെല്ലാം തുടക്കം നമ്മൾ begin with the Trinitarian praise. Our Holy കുർബാനയിലാണെങ്കിൽ each and every prayer ends with the Trinitarian praise. So Trinitarian worship ആണ് basically നമ്മുടെ ട്രഡീഷനിലുള്ളത്. Not to Jesus only, or not to Father, always ത്രിയേകത. Then this the third three, the importance of the number three. That's a biblical background is there, of course. That three is even Bible. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഈ three, a lot of examples we can take from the Bible. Even in the Old Testament, Genesis, Exodus, there three. The important significance of three numbers are there. But three, I mean Jesus, the first miracle at Cana, third day, മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിലാപം. Third, മൂന്നാം ദിവസം. So the third day, the three is important. And that's connected with this third day, the resurrection. The third. So the third day is always the day of God. So first day and second day, our human day, then there is no നമ്മുടെ ഹ്യൂമൻ എക്സ്പെക്ടേഷൻസ് എല്ലാം ഇനി നമുക്ക് ഹ്യൂമൻലി സ്പീക്കിംഗ് അവിടെ നമ്മുടെ എക്സ്പെക്ടേഷൻ കഴിയുമ്പോൾ there is no hope at all. Then God's time. The third day, He got the land. That's why മൂന്നാം ദിവസം ഗലീലയിലെ കാനായിലാണ്. അത് ദൈവത്തിന്റെ ഒരു ടൈമാണ്. The third days. അപ്പോൾ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ്. ഇനി അഗെയിൻ ദീസ് തേർഡ് ഡേ ആക്ച്വലി നിങ്ങൾ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ യേശു 3 ദിവസം എടുത്തു ഉയർത്ത്. ചുമ്മാ ഐ ആം ആക്ച്വലി ആസ്കിങ് യു, 3 ദിവസം ഉണ്ടോ? ഗുഡ് ഫ്രൈഡേയിലാണ്, ഗുഡ് ഫ്രൈഡേയിൽ മരിച്ചു. ദെൻ ഗുഡ് ഫ്രൈഡേ ഉണ്ട് ഓൺലി 1.5 ദിവസമേ ഉള്ളൂ, 1.5 ഡേ. ആക്ച്വലി ഐ വിൽ എക്സ്പ്ലെയിൻ. മൂന്നാം ദിവസമാണ് ഉയർത്ത് നടക്കുന്നത്. കാരണം ആസ് പെർ ദ മലങ്കര ട്രഡീഷൻ ഗുഡ് ഫ്രൈഡേ എപ്പോഴാണ് മരിക്കുന്നത്? 9th hour. That means afternoon 3 o'clock. 6 o'clock ആയപ്പോഴത്തേക്കും ഫസ്റ്റ് ഡേ കഴിഞ്ഞു. Then the second day started. 6 onwards. Then Saturday 6 evening ആയപ്പോഴത്തേക്കും second day over. Then the third day. So that's So going forward with the last question of the day. Let's be honest about like we all look ahead for the part why do we receive Easter egg after the Easter service? Is it simply to break the fast, or does it carry a symbolic meaning? ഈസ്റ്റർ എഗ് അതൊരു കമ്പൽസറി ആയിട്ടുള്ളൊരു ഒരു ഒബ്സർവേഷൻ ആവും, അല്ലെങ്കിൽ ഒരു കാര്യമല്ല, ട്രഡീഷൻ അല്ല നമ്മുടെ ഇതില്. പക്ഷേ ഈസ്റ്റർ എഗ് എന്ന് പറയുന്നത് എല്ലാ പള്ളികളിലും ഈസ്റ്റർ എഗ് ഒന്നും ഇല്ല. Recently we started this, but there is a meaning. There is a meaning, as you said. There is a meaning because even in the Syria and the Mesopotamian tradition, egg represents life. Inside the egg, life. So it is all fully covered. When we break the shell, it's a new life. So resurrection, it represents resurrection. It's the egg. In that way, maybe അപ്പോ നമ്മുടെ പണ്ട് അങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു. കർത്താവിന്റെ ഉത്ഥാനത്തിന്റെ ഒരു അനുഭവമായിട്ട് ഈ എഗ് ഷെയർ ചെയ്യുന്ന
അല്ലെങ്കിൽ ഇങ്ങനെ എഗ്ഗ് എടുക്കുന്ന രീതികൾ, അത് പല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് Correct, correct. ആ ഒരു ട്രഡീഷൻ Yeah. ഉണ്ടായിരുന്നു, അത് നമ്മൾ അഡോപ്റ്റ് ചെയ്തു. Okay. Then also we can say it's a moment of breaking the അത് ഒരു നല്ല there is a meaning. Let's lighten our mood by having questions for you on Never Have I Ever. So, are you ready for it, Acha? Yes. Acha, so let's start with Never Have I Ever. The first question is, never have I ever felt tempted by a picture of burger or biryani during fasting season? Guys, എന്താണ് പറഞ്ഞു? ഫാസ്റ്റിംഗ് സീസണില് നമ്മള് ഐ എം ഹ്യൂമൻ ബീങ്, നോ? ജീസസ് ടെംപ്റ്റഡ് ആയില്ല. ജീസസിന് വിശന്നു, പക്ഷെ എനിക്ക് വിശന്നപ്പോ ഞാൻ ടെംപ്റ്റഡ് ആയിരുന്നു, പക്ഷെ ഐ ഡിഡ്ന്റ്. Okay, tempt ആയി, പക്ഷേ കഴിച്ചില്ല. That's a good And the favorite food is? ഫേവറേറ്റ് ഫുഡ് കഞ്ഞി ചമ്മന്തി. Okay. Next. So the next question, never I have ever forgotten a homily midway and had to improvise on the spot. Never. Oh, Oh, nice. Sachin's memory power nallanno. Good. Okay. The third question is, never have I ever learned a lesson from the youth. You have? Okay. Any instance, any example? I cannot. It's difficult to pick the exact incidents, incident. but You have many times. many times, of course. That shows how open you are to the youth. Yes. Wonderful. Okay, so next question, Acha. Never have I ever messed up names during the prayer or announcement. Okay. So, in simple words, Achan doesn't. And he has I good used memory. I used to prepare and yeah. Correct. Unlike us. Yeah. Okay. Next is, never have I ever drawn inspiration from a movie or a song or story for a sermon. Of course. You have? Okay. Yes. Yeah. Especially one Malayalam movie. Okay. Sadaram. I Okay. feel that I don't know exactly the name is correct or not, but there is a moment in the കുടുംബത്തിലെ അവര് ക്ഷമിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ഈ കപ്പിൾസ്, actually they had a problem, but that's a problem is not a silly problem. പക്ഷേ അത് ഭയങ്കര ഒരു ഫാമിലിയിലെ ഭയങ്കര ബ്രേക്കപ്പ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. പക്ഷെ അവിടെ വൈഫ് സപ്പോർട്ട് കൊടുക്കുകയാണ് ഹസ്ബൻഡിന്. ഹസ്ബൻഡ് ഭയങ്കരമായിട്ടുള്ള ഒരു വല്ലാതെ തെറ്റിലായി ഭയങ്കര ഒരു പ്രോബ്ലത്തിൽ നിൽക്കുമ്പോഴും ഷീ ഈസ് ഗിവിംഗ് support. I am here to support you like that. Okay. So it's a great message for the family. Family like that. Okay. So, Acha, the next question, I think we all know the answer to this one. So, never I have ever blanked on the words to a Syriac chant in the middle of the service. Yeah. You have forgotten. You have? Oh. This is for once Achan said. Any specific instance? Yes, especially for the Duvukutti Vazhvu, no? Duvukutti Vazhvu, after the Duvukutti Vazhvu, there is a Syriac prayer. In between, I forgot. Oh. But I forgot, then I could read from the book. Yeah. Okay. Next is, never have I ever fallen asleep during the long Good Friday service when you were a kid. 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 Seriously? Because we got Achan. but I don't know. I don't remember that. Because on Good Friday, no, Yeah. I was so happy and I You used were to, happy about happy. Good Friday. Good Friday. Kid means even that time. Kid means I don't know how many age you are. No. What are you considering as kid? How do you consider? Anyway, I don't remember. I don't know. Okay, no, but you have slept. You are not. You have not. You have I not. don't know actually. But even when I was a little boy, Yeah. that time I was so active in the church and I used to sing loudly like that. Oh, nice. So on Good Friday and Holy Week, no, Yeah. I was so Dedicated and active like that. Great.
So this is one question that we as youths usually do. Look at the number of pages left for ending the Kurbana or the service. Have you ever been in that situation? Even now, sometimes I will for some ceremony, no? Yeah. Our public services, no? Uh-huh. Even the ordination ceremonies. Okay. There on those situations, no? I am also like a spectator, no? Correct. Because പിതാക്കന്മാരാണ് അതെല്ലാം ചെയ്യുന്നത്. നമുക്ക് വലിയ പ്രത്യേകിച്ച് റോളില്ലാതെ നമ്മൾ നിൽക്കുമ്പോൾ Yeah. sometimes we feel Okay. since I'm a human being now. Okay. പെട്ടെന്ന് തീർന്ന time also. Yes. So that's why I am very much conscious about the time, keeping the Okay. time even in the Qurbana and everything. Okay. Should not go much Beyond, yes, yeah. So actually, thank you, Acha, for your time for today's session. It was great interacting with you. And more to say, thank you for being us about at least in this. So I mean, this helps us to get connected to you more. Thank you so much, Akshay, for taking time for this episode of COVID today. Your deep knowledge and fun spirit has made this episode really fun. Thank you. Thank you. That's good. I also enjoyed. And to all our viewers tuning in, we hope this conversation helps you enter into Holy Week with a new perspective and a deeper love for the liturgy. If you have enjoyed this episode, you know the drill. Like, share, and subscribe. Thank you!